Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 5 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. ഇത് ആനിമി അല്ല, പകരം മാനുവിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ആനിമി സീസൺ 1 മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞുള്ള സീസൺ 2 സീസൺ 3 ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സീസൺ 2 കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഗൈസ്. ഐ ആം റിയലി സോറി, ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഒരു അർജൻറ്റ് ഇഷ്യൂ പെട്ടെന്ന് കയറി വന്നുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ടായിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ കട്ട സപ്പോർട്ട് തന്നേക്കണേ, മാക്സിമം ലൈക്ക് തന്നേക്കണം. കാര്യം നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി ഇതുവരെ നമുക്കൊരു 1K ലൈക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 1K ലൈക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോക്ക് തന്നെ കേട്ടോ. പിന്നെ എനിക്കറിയാം നിങ്ങൾ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ താഴത്തെ ഒരു ഹൈ ബട്ടൺ അമർത്താനും മറക്കേണ്ട. സോ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് എല്ലാവരും ആർത്തയുടെ ഫൈറ്റ് കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ആ ടൈമിൽ ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ളത് നല്ലൊരു വെപ്പണാണല്ലോ, എന്തായാലും നീ ഒരു അജൂമിനേറ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ഫൈറ്റ് തുടങ്ങാം. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അല്ലടാ, നീ പറയുന്ന രീതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. താങ്കൾ കോൺഫിഡൻ്റ് ഉള്ള രീതിയിൽ ഞാനോട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് എനിക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവൻ്റെ സോഡ് എടുത്ത് മുകളിലേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് പിടിച്ചിട്ട് തൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ മെത്തി ഈസി ആയിട്ട് തന്നെ വരാം. അങ്ങനെ ആർത്തറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ആർത്തർ നല്ല കട്ടൊക്കെ തന്നെ ഇപ്പോണ്ട്. പെട്ടെന്നായിരുന്നു ആർത്തർ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അവനായിട്ട് ബാക്കിലേക്ക് ഡോഡ്ജ് ചെയ്തിട്ട് തിരിച്ച് ആർത്തറിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ആർത്തറായിട്ട് പെട്ടെന്ന് അത് ഡോഡ്ജ് ചെയ്ത് മാറും ചെയ്യും. വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും, വീണ്ടും ആർത്തർ ഡോഡ്ജ് ചെയ്യും, വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും, വീണ്ടും ആർത്തർ ഡോഡ്ജ് ചെയ്യും. ഈ സമയത്ത് അവൻ തന്നെ ആലോചിക്കുന്നുണ്ട്, അവൻ സ്പെൽസോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് മാന മാത്രമേ ഉള്ളൂ. അവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ടൈമിൽ ആ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചത് ഡിസിപ്ലിൻ കമ്മിറ്റിയുള്ള എല്ലാവരും സ്ട്രോങ്ങർ ആണെന്നാണ്, പക്ഷേ ഇതെന്താണ് നീ ഡോഡ്ജും ചെയ്യുന്നത്, അത് മാത്രമല്ല നീ ഓടിക്കളയുവാണല്ലോ, നിനക്ക് അറ്റാക്ക് ചെയ്യാനെന്ന് പറഞ്ഞൂടെ? ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അതുകൊള്ളാം, ഒരു പ്രൊഫസറിന് ഒരു പയ്യന്റെ മേത്ത് ഒരു കൈ പോലും വെക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് അത് കുറച്ച് നാണക്കേടല്ലേ? ഇതും കൂടെ കേൾക്കാൻ നിർത്ത്. അവന് ദേഷ്യം വന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ഒരു ഹ്യൂജ് അറ്റാക്ക് നമ്മുടെ ആർത്തറിന്റെ നേരെ വിടുന്നുണ്ട്. ആർത്തറാട്ടെ അത് നൈസിൽ നിന്ന് മാറി നിർത്ത്. പെട്ടെന്ന് ആ പ്രൊഫസർ ആർത്തറിന്റെ തൊട്ടടുത്തുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. പക്ഷേ ആർത്തർ അതും ഡോഡ് ചെയ്ത് നേരെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത അറ്റാക്കിന് മുമ്പ് തന്നെ ആർത്തർ അവിടെ നേരെ സൈഡിലേക്ക് ചാടും. ഈ സമയത്ത് നമ്മുടെ പ്രൊഫസറിന് ഒരു ഗ്യാപ്പ് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് തന്നെ അവിടേക്ക് ചാടി തന്നെ ഒരു അറ്റാക്ക് ചെയ്തെങ്കിലും ആർത്തർ അതും വളരെ നിസ്സാരമായി തന്നെ ഡോഡ് ചെയ്തു. എന്നിട്ട് അവന് ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഫ്രേക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്തായാലും ഒരു ഡെമോൺസ്ട്രേഷൻ അല്ല. അടുത്ത സെക്കൻഡ് തന്നെ വീണ്ടും ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആർത്തറിന് നേരെ കുറേയധികം അറ്റാക്സുമായിട്ടായിരുന്നു ആ ഒരു പ്രൊഫസർ വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ടൈമിൽ പെട്ടെന്ന് അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഈ സമയത്ത് നമ്മുടെ പ്രൊഫസർ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആർത്തർ അവൻ്റെ നേരെ ചാടി അവനൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതവൻ ഡോഡ്ജ് ചെയ്യുന്നത് 1 ഇഞ്ച് വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് മുറിഞ്ഞു പോയെന്ന് അവൻ നേരെ ബാക്കിലേക്ക് ചാടി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അവൻ സ്പീഡ് കൂടിയല്ലോ. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, ഓടി ഒളിക്കുന്ന ആൾക്കാർക്കും ചില സമയത്ത് ഡെഡ്ലി ആയിട്ട് മാറാൻ സാധിക്കും പ്രൊഫസർ. എന്നിട്ട് നേരെ അവൻ്റെ നേരെ വന്ന് ഒരു വലിയൊരു അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതാവട്ടെ അവൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ആർത്തറിൻ്റെ പവർ കാരണം തന്നെ അവൻ നേരെ ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടു. ഇത് കാണുന്ന പ്രിൻസസും അതേപോലെ ഫ്രെയും ഞെട്ടി. ആർത്തർ പ്രൊഫസറിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യല്ലേ ചെയ്യണം, അത് സത്യമാണ്. ആർത്തർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ സീരിയസ് ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും പ്രൊഫസറിൻ്റെ നേരെ ചാടിയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തറിന് ഒരു കാര്യം കാണാൻ സാധിച്ചു, അതായത് ആ ഒരു ഫൈറ്റ് തീർക്കാനുള്ള ടൈമായെന്ന് ആർത്തറിന് മനസ്സിലായി. എന്നിട്ട് നേരെ പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്ത് ബാക്കിലേക്ക് വിടുന്നുണ്ട്, വീണ്ടും അറ്റാക്ക് ചെയ്ത് വീണ്ടും ബാക്കിലേക്ക് വിടുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തർ കുറച്ചധികം അറ്റാക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിർത്താതെ തന്നെ ആ ഒരു പ്രൊഫസറിനെ ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്തായാലും ഇത്രയും മതി എന്ന് പറഞ്ഞ് താൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓരോ അറ്റാക്സ് നേരെ ആ ഒരു പ്രൊഫസറിനെ നേരെ പുഷ് ചെയ്ത് അതെല്ലാം തന്നെ പ്രൊഫസർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ പുറകിലാട്ടെ ആ ഒരു വലിയൊരു ബാരിയർ ഉണ്ടായിരുന്നല്ലോ. അധികം നേരമൊന്നും അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആ ഒരു ബാരിയർ പൊട്ടാൻ തുടങ്ങി, അവൻ്റെ ശരീരഭാഗങ്ങൾ മുറിയാൻ തുടങ്ങി. അവൻ പറയുന്നുണ്ട്, മതി, നിർത്ത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വലിയൊരു ബാരിയർ പൊട്ടി നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. ആർത്തറാട്ടെ തൻ്റെ സോഡ് അവൻ്റെ സൈഡിലേക്ക് കുത്തി ഇറക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും താങ്കളുടെ ഗൈഡൻസിന് നന്ദി. ഇത് കഴിഞ്ഞ് ആർത്തർ നോക്കാൻ നേരത്ത് നമ്മുടെ പ്രിൻസസ് കാത്തലിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഓടി ചെല്ലുന്നുണ്ട്. പ്രിൻസസ് കാത്തലിൻ
പെട്ടെന്നാണ് നമ്മുടെ ഫ്രേയനെ പിടിച്ചിട്ട് പറഞ്ഞത്, നീ എന്തായാലും പൊളിയായിട്ട് ചെയ്ത് കേട്ടോ, നീ എൻ്റെ റൈവൽ തന്നെയാണല്ലേ. ശരിയാ പ്രൊഫസർ യൂസ് ചെയ്യുന്ന സ്പെൽസ് അറിയാമെന്നെങ്കിൽ നിനക്ക് അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. പിന്നെ അല്ലാതെ ഞാൻ ഓർത്തോ ഡെമോൺസ്ട്രേഷനിൽ പുള്ളിക്കാരൻ ഇത്ര വലിയ അറ്റാക്കൊക്കെ ചെയ്യുമെന്ന്. ആ ടൈമിൽ തന്നെ പ്രിൻസസ് കാത്തലിൻ വന്നിട്ട് ആർത്തനായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ അറ്റാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ അവസാനം ചെയ്ത ആ ഒരു വലിയൊരു അറ്റാക്കിൽ വെച്ച് താങ്കൾ ഡിഫൻസ് ഒന്നും ശ്രദ്ധിച്ചില്ല, അത് വലിയൊരു പോരായ്മ തന്നെയാണ്. അത് കടിയാൻ നിർത്തി അവിടെ ഒരു സൈലൻസ് ഉണ്ടാവും. എന്നിട്ട് ആ സൈലൻസ് നിർത്താനായിട്ട് നേരെ അവർ തമ്മിൽ കിടന്ന് ചിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ അവൾ പോവുകയും ചെയ്യും. അപ്പോഴാണ് അവർ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായത്. അത് കഴിയുമ്പോൾ ആർത്തർ നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ സിൽവി ചോദിക്കുന്നുണ്ട്, അപ്പാ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കണേ? അതാണോ? അതൊന്നുമില്ലടി, എനിക്ക് എൻ്റെ വിൻ്റെ ആർട്ടിബ്യൂട്ട് യൂസ് ചെയ്ത് പുള്ളിക്കന്നെ ഫുള്ളി ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അതിനർത്ഥം ഞാൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞ് ആർത്തർ തൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നടക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. കാര്യം ഇത്തവണ അവൻ പഠിക്കാൻ പോകുന്നത് ബേസിക് ഓഫ് ആർട്ടിഫൈസിങ്ങിനെ പറ്റിയാണ്. ആൻഡ് അതവിടെ ഒരു വലിയൊരു ക്ലാസ് ആയിരുന്നു, വലിയൊരു ലാബ് പോലെ തന്നെ. ഒരു ലാബിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നും അവനെ കഴിഞ്ഞ വെളിയിലെന്ന് അവൻ പറയുകയും ചെയ്യും. ഈ സമയത്താണ് പെട്ടെന്ന് ഒരു പെൺകൊച്ചി അവിടേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സീറ്റ് വേറെ കിട്ടിയില്ല, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അതിനെന്താ ഇവിടെ ഇരുന്നോ, ഇവിടെ ആരും എന്തായാലും പിടിച്ചിട്ടില്ലെന്ന് പറയുന്നിടത്ത് അവൾ നേരെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ്, എൻ്റെ പേര് ഞാനൊന്നും കേട്ടില്ലല്ലോ. അപ്പം തന്നെ പുള്ളിക്കാരി കിടന്ന് കാണുന്നുണ്ട്, അയ്യോ എൻ്റെ പേര് എമിലി എന്നാണ്, എമിലി വാട്ട്സക്കൻ, ഞാൻ എന്തായാലും താങ്കളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, എന്തായാലും താങ്കളെ കണ്ടതിൽ സന്തോഷം. ഈ സമയത്ത് തന്നെ ആർത്തർ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് തൻ്റെ കൈ മുമ്പിലേക്ക് വെച്ചിട്ട് പറയുകയും ചെയ്യും, എൻ്റെ പേര് ആർത്തർ, നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്, എന്തായാലും കണ്ടതിൽ സന്തോഷം. ആർത്തർ അങ്ങനെ തിരിച്ചു പറയുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷയില്ല. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിനെ അവൾ കൈ കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ആർത്തർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ കയ്യിലാട്ടെ മുഴുവൻ പാടുകളാണ്, ഇങ്ങനെ കൈ മുറിഞ്ഞ പാടൊക്കെ. അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട്, ഇത് ശരിക്കും ഒരു പെങ്കൊച്ചിൻ്റെ കൈ തന്നെയാണ്. പെട്ടെന്ന് അവൾ കൈ വലിച്ചിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഇത് കുറച്ച് ഗ്രോസ് ആയിരിക്കുമല്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്കത് മനസ്സിലാകും. കാര്യം നീ എൻ്റെ കൈ കണ്ട, എൻ്റെ കയ്യിലും ആ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നീ ശരിക്കും പ്രാക്ടീസ് ചെയ്യുമല്ലേ? വെറുതെ അല്ല നീ ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ ആദ്യം തന്നെ കയറിയത്. ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യും, പക്ഷേ ഞാൻ ആർട്ടിഫൈസിങ്ങിൽ മാത്രമാണെന്നുള്ളൂ, ഞാൻ കുറേ അധികം ഗാഡ്ജറ്റ്സ് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ അത് കാരണം തന്നെ എൻ്റെ ഈ കൈ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിക്കും ജലസാണ്, നിനക്കറിയാവോ? എനിക്കെന്തായാലും ഇത് പഠിക്കണമെന്നാണ് താല്പര്യം. ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ ആരെങ്കിലും കൊല്ലുക, എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക. പക്ഷേ ആർട്ടിഫൈസിങ് ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും വലുതായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. ആ സമയത്ത് ആൾ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, നിനക്ക് സത്യം പറഞ്ഞാൽ 12 വയസ്സ് മാത്രമേ ഉള്ളേ. അങ്ങനെയല്ല, നീയും 12 അതും ശരിയാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേൾക്കുന്നത്. കാര്യം ഞാൻ ആ വലിയ ഡിസ്പ്ലേ പ്രൊജക്റ്റ് ചെയ്തിട്ട് പോലും എന്നോട് ആരും തന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ആർത്തർ ഞെട്ടിയത്, ദൈവമേ ഇവളായിരുന്നു അത് ചെയ്തത്. എന്നിട്ട് ആർത്തർ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഇത്ര വലിയ ജീനിയസിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, പക്ഷേ നീയല്ലേ ശരിക്കും സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നത്. ഒരു മിസ്റ്റീരിയസ് ആയുള്ള പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു വിയർഡായുള്ള ഫോക്സ് ലുക്കിംഗ് മാനാബീസ് നിൻ്റെ കയ്യിലുണ്ട്. അത് മാത്രമല്ല ഒരു ലൈറ്റ് യെല്ലോ കോറുള്ള അഡ്വഞ്ചർ ആണെങ്കിൽ കൂടിയും ഒരു പ്രൊഫസറിനെ നീ ഓവർ പവർ ചെയ്തു. നീയാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്. അയ്യോ അങ്ങനെയൊന്നുമല്ല. ആ സമയത്ത് ആൾ പറയുന്നുണ്ട്, എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ അക്കാഡമിയാണ്. ആൻഡ് ഇവിടെ മാജിക്കിനെ കേട്ട് കൂടുതൽ ആദ്യം വരുന്നത് ഗോസിപ്സ് ആണ്. ഈ ടൈമിൽ ഒരുത്തൻ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, നിങ്ങൾ എന്തായാലും എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാൻ ഹോണറാണെന്ന് എനിക്കറിയാം. ഞാനാണ് പ്രൊഫസർ ഗിഡിയൻ, ഞാനായിരിക്കും നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ ടീച്ചർ. എന്നിട്ട് പെട്ടെന്നാണ് പുള്ളിക്കാരൻ ആർത്തറിനെ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ ആർത്തർ എൻ്റെ ക്ലാസ്സിലായിരുന്നു, എനിക്കറിയാൻ മേലായിരുന്നു നീ എൻ്റെ ക്ലാസ്സിലായിരുന്നു. ഈ സമയത്ത് ആർത്തറിൻ്റെ മനസ്സിലായി അത് വെറും കള്ളമാണെന്ന്. അത് കഴിയുന്നിടത്ത് പുള്ളിക്കാരൻ കിടന്ന് കാരണം തന്നു, ഞാനാണ് ഇത് കണ്ടുപിടിച്ചത്, 20 വർഷം മുമ്പ് ഞാനാണ് ഇത് കണ്ടുപിടിച്ചത്, 3 വർഷം മുമ്പ് ഞാനാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൈമിൽ ആർത്തർ ആലോചിക്കുന്നുണ്ട്, ഇവൻ ഇത് മാത്രമേ പറയാൻ അറിയാമല്ല. പെട്ടെന്നാണ് നമ്മളൊരു ചിറക് കാണുന്നത്. അത് നമ്മുടെ ആർത്തൻ്റെ നേരെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ആർത്തൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ സിൽവിയും അത് ശ്രദ്ധിച്ചു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആർത്തൻ്റെ തോളിലേക്ക് അതെത്തി. അതാട്ടെ ഒരു വലിയ മൂങ്ങനെ പോലുള്ള ഒരു മാൻ ബീസ്റ്റ് ആയിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ സിൽവി ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, പപ്പ അവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മുടെ ഗിഡിയൻ പറയുന്നുണ്ട്, ആർത്തർ നിന്നെ പ്രൊഫസർ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നിനക്ക് ഭാഗ്യമില്ല എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കാനായിട്ട്. ഈ സമയത്ത് ആൾ പറയും ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ ഗോസിപ്സ് ഇവിടെ നന്നായിട്ട് എന്നെ പകരും, നിനക്ക് എന്തായാലും പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ടൈമിൽ തന്നെ ആർത്തർ അവിടേക്ക് നടക്കുവാണ്. ഈ സമയത്ത് സിൽവിയും ആ ഒരു മാനാബിസ്റ്റും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർത്തർ പറയുന്നുണ്ട്, എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിലാണ് കാത്തലിനെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ കാത്തലിനാട്ടെ പെട്ടെന്ന് ആ ഡോർ അടിച്ചിട്ട് അവിടുന്ന് നടന്നു പോകുവാണ്. ഇത് കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇത് നല്ലൊരു സൈനല്ല. അങ്ങനെ
അവൻ നേരെ ആ ഒരു ഡോർ തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡയറക്ടർ ഗുഡ് സ്കൈ താങ്കൾ എന്നെ വിളിപ്പിച്ചെന്നും കേട്ടു. പക്ഷെ അവളാട്ടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിയുന്നിടത്ത് അവൾ പറയുന്നുണ്ട്, വാ വന്നിരിക്കുക. അങ്ങനെ ആർത്തർ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, അല്ല പ്രൊഫസറിന്റെ കാര്യത്തിലാണ് എന്നെ വിളിച്ചെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് യൂസ് ചെയ്യാൻ ഞാൻ പ്രൊഫസറിന്റെ കാര്യത്തിലൊന്നുമല്ലല്ലോ നിന്നെ വിളിപ്പിച്ചത്. അപ്പോൾ ആർത്തർ ഞെട്ടി, പിന്നെ എന്തിനാ? പക്ഷെ പുള്ളിക്കാരി ഒന്നും മിണ്ടാതെ താടിക്ക് കൈയും കൊടുത്ത് ആർത്തറിനെ നോക്കിയിരിക്കും. അങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കും. അങ്ങനെ ആർത്തർ വീണ്ടും ചോദിക്കും, പിന്നെന്തിനാ? അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ഇവിടുത്തെ പ്രാക്ടിക്കൽ മാനിപ്പുലേഷൻ ക്ലാസ്സിൻ്റെ ടീച്ചറാകാൻ സാധിക്കുമോ? ആൻഡ് അതും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.